നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. തല ഉയർത്തി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ആധുനിക ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും മറ്റേണിറ്റി വാർഡും നാടിന് സമർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ ബ്ലോക്ക് നിർമ്മിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ചിറക്കടവ് ശ്രീ മഹാദേവൻ ആറാടി. വലിയ കാണിക്കയിട്ട് തൊഴുത സായുജ്യം നേടി ഭക്തർ. ഉത്സവത്തിന് കൊടിയിറങ്ങി. അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു ജീവൻ. മണർകാട്ട് മൂടിയില്ലാത്ത ഓടയിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ഓടയുടെ മുകൾ ഭാഗം കാടുകയറിയ നിലയിൽ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ 1.25 കോടി രൂപ വിനിയോഗിച്ച് ഐസൊലേഷൻ ബ്ലോക്ക് നിർമ്മിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കാഞ്ഞിരപ്പള്ളിയിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പുതുതായി പണികഴിപ്പിച്ച ആധുനിക ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും മെറ്റേണിറ്റി വാർഡും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപയും ദേശീയ ആരോഗ്യ ദൌത്യം ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയും വിനിയോഗിച്ച് പണിത 3 ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുകളും മറ്റേണിറ്റി വാർഡും നാടിന് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി നേട്ടങ്ങളുടെ നെറുകയിലാണെന്ന് മന്ത്രി പറഞ്ഞു. കിഫ്ബി ഫണ്ടും MLA ഫണ്ടും ഉൾപ്പെടെ 1 കോടി രൂപ വിനിയോഗിച്ച് പുതിയ ഐസൊലേഷൻ ബ്ലോക്ക് പണിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 1 കോടി രൂപ ചെലവിൽ ആധുനിക നിലവാരത്തിൽ മോർച്ചറിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കാത്ത് ലാബ്, പുതിയ കെട്ടിടം, അതിനുശേഷം ഇപ്പോൾ ഈ മീറ്റിംഗ് സംബന്ധിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിന് പ്രത്യേക കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ആണ്. കാരണം കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തിൽ ആരോഗ്യ മേഖലയിൽ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗം ബ്രാൻഡഡാണ്. അപ്പോൾ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് മാനദണ്ഡ പ്രകാരം സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകാം. മാനദണ്ഡം ഉള്ളതിന് ഇല്ലാത്തതിന് അനുവാദം നൽകാനായിട്ട് കഴിയില്ല. മാനദണ്ഡം ഉണ്ടെങ്കിൽ ഒരു ശുപാർശയുമില്ല. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അധ്യക്ഷനായി. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ തന്നെ നിർമ്മാണ പ്രവർത്തനം 1 കോടി രൂപയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സർക്കാരിൽ അനുവദിച്ച തുക കൊണ്ട് ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഐസൊലേഷൻ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. താഴെ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഗൈനക്കോളജിയുടെ പുതിയ വിഭാഗത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് K. മണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത S. പിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം TN. ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയെ മാതൃശിശു സൗഹൃദ ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ ഭാഗമായി 1 കോടി രൂപ ചെലവഴിച്ചാണ് മറ്റേണിറ്റി വാർഡ് പണിതത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. നമശിവായ മന്ത്രങ്ങളാൽ മുഖരിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചിറക്കടവ് ശ്രീ മഹാദേവൻ ആറാടി. ആയിരങ്ങളാണ് ആറാട്ടുകടവിലെത്തി ഭഗവാനെ ദർശിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങിയത്. തുടർന്ന് 10 ദിവസം നീണ്ടുനിന്ന തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. മഹാദേവൻ അമൃതവർഷണം നടത്തി ചിറയിലെ കുളത്തിൽ ആറാടി. നമശിവായ മന്ത്രങ്ങൾ നിറഞ്ഞുനിന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉത്സവബിംബം ആറാട്ടുകടവിൽ മുങ്ങി ഉയർത്തിയതോടെ ചിറക്കടവ് മഹാദേവന്റെ ആറാട്ട് പൂർണ്ണമായി. മഹാദേവൻ ആറാടുന്ന സമയത്ത് ജലാശയത്തിൽ ആകാശഗംഗയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. തുടർന്ന് 10,000ങ്ങളാണ് ആറാട്ടുകടവിൽ കാണിക്കയർപ്പിച്ച് മഹാദേവനെ തൊഴുത് സായുജ്യമടഞ്ഞത്. ആറാട്ടുകടവിന്റെ കുളക്കരയിലെ കൽവിളക്ക്, 100 കണക്കിന് ചെരാതുകൾ എന്നിവയിൽ ദീപങ്ങൾ തെളിയിച്ചു ോടെ ആറാട്ടുകടവ് ദീപാലങ്കൃതമായി. കാഴ്ചവിരുന്നൊരുക്കുന്നതായിരുന്നു ആറാട്ടുവിളക്ക്. തുടർന്ന് ആറാട്ട് വരവിനും എതിരേൽപ്പിനും ശേഷം 10 ദിവസം നീണ്ടുനിന്ന തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. കലാവേദിയിൽ ജയകേരള പെർഫോമിംഗ് ആർട്സിന്റെ ശലഭോത്സവം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മൂടിയില്ലാത്ത ഓടയ്ക്കുള്ളിൽ വീണ് മണർകാട്ട് സ്കൂട്ടർ യാത്രികന് അന്ത്യം. പുതുപ്പറമ്പിൽ അനിയാണ് മരിച്ചത്. ഓടയ്ക്ക് മുകളിൽ ഭാഗം പുല്ലു വളർന്നു കിടക്കുകയായിരുന്നു.
മണർകാട്ട് മൂടിയില്ലാത്ത ഓടയ്ക്കുള്ളിലേക്ക് വീണ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മണർകാട് സ്വദേശി പുതുപ്പറമ്പിൽ അനിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയായിരുന്നു അപകടം. സ്കൂട്ടറിന്റെ ടയർ മാത്രം ഓടയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് കണ്ട് നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് അപകടം പുറത്തിറങ്ങിയത്. ഉടൻ തന്നെ വാഹനമുയർത്തി അനിയെ പുറത്തെടുത്ത് ഐരേറ്റുനടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. ദേശീയപാത 183-ൽ മണർകാട് ഐരേറ്റുനട തലപ്പാടി റോഡ് ആരംഭിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. വിദേശത്തായിരുന്ന അനി മടങ്ങിയെത്തിയ ശേഷം പ്ലംബിംഗ് കോൺട്രാക്ടറായി ജോലി ചെയ്യുകയായിരുന്നു. തലപ്പാടി ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപിക ആൻസിയാണ് ഭാര്യ. ഫെനി, കെവിൻ എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, മണർകാട്. കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം ജനറൽ ആശുപത്രിയിൽ പുതിയ നേത്ര ശസ്ത്രക്രിയാ തിയേറ്റർ തുറന്നു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജനറൽ ആശുപത്രിയിൽ പുതിയ നേത്ര ശസ്ത്രക്രിയാ തിയേറ്റർ തുറന്നു. HMC ഫണ്ടിൽ നിന്ന് 37 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ നേത്ര ശസ്ത്രക്രിയാ തിയേറ്ററിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേത്ര ശസ്ത്രക്രിയകൾ നടത്തിയത് കോട്ടയം ജനറൽ ആശുപത്രിയിലാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഒഫ്താൽമോളജിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിൽ മാത്രമായിരിക്കില്ല, സംസ്ഥാനത്ത് തന്നെ ഒരു ജനറൽ ആശുപത്രി ഇത്രയധികം ഓപ്പറേഷൻ നടത്തിയിരുന്ന മറ്റൊരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടാകുന്നതിനൊന്നുമില്ല. മിനിമാട ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എത്രയോ ഓപ്പറേഷനുകളായിരുന്നു ഒഫ്താൽമോളജി നടന്നിരുന്നത്. ഒരുപക്ഷെ പല ഡിപ്പാർട്ട്മെന്റുകളും നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് നമ്പർ ഓഫ് പേഷ്യൻസ് എടുത്താലും സർജറി എടുത്താലും അതിലെല്ലാം ഒഫ്താൽമോളജി ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ആരോഗ്യവകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ R ബിന്ദുകുമാരിക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ഡെപ്യൂട്ടി DMO TK ബിൻസി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M ശാന്തി, RMO ഡോക്ടർ ആശ P നായർ, ഒഫ്താൽമോളജി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ P ദീപ, നഴ്സിംഗ് സൂപ്രണ്ട് VD മായ, HMC അംഗങ്ങളായ TC ബിനോയ്, ബോബൻ തോപ്പിൽ, PK ആനന്ദകുട്ടൻ, രാജീവ് നെല്ലിക്കുന്നൽ, പോൾസൺ പീറ്റർ, TP അബ്ദുള്ള, സാബു ഈരയിൽ, അനിൽ അയർക്കുന്നം തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. 129 കോടി രൂപ മുടക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ നേത്ര ശസ്ത്രക്രിയാ തിയേറ്റർ പൊളിച്ചുമാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. PC ജോർജും ഷോൺ ജോർജും കോട്ടയത്ത് BJP ജില്ലാ ഓഫീസിൽ സന്ദർശനം നടത്തി. BJPയിലേക്ക് ഇനിയും പ്രമുഖർ എത്തിച്ചേരുമെന്ന് PC ജോർജ് പറഞ്ഞു. BJPയിൽ ചേർന്ന PC ജോർജും ഷോൺ ജോർജും കോട്ടയത്ത് BJP ജില്ലാ ഓഫീസിൽ സന്ദർശനം നടത്തി. PC ജോർജിനെയും ഷോൺ ജോർജിനെയും ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ സ്വീകരിച്ചു. കൂടുതൽ പ്രഗത്ഭരും സംഘടനകളും BJPയുടെ ഭാഗമാകുമെന്ന് PC ജോർജ് പറഞ്ഞു. ജനപക്ഷം പാർട്ടിയുടെ ലയന സമ്മേളനം ഉടനുണ്ടാകും. BJPയുടെ പദയാത്രയുടെ ഭാഗമാകാൻ എല്ലാ ജനപക്ഷം പ്രവർത്തകരോടും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. എൻ്റെ ജോലി ഇനി എത്രയധികം പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളെ BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം നമ്മോടൊപ്പം ചേരാൻ നിൽക്കുക. ഞാനിപ്പോൾ ഒന്നും പേര് പറഞ്ഞ ആരുടെയും പേര് പറയുന്നില്ല. വലിയ പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങൾ, ചില സംഘടനകൾ തന്നെ ഒരുമിച്ച് BJPയിലേക്ക് വരണം എന്ന അഭിപ്രായം ഇന്നലെ ഇന്നുമായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു. റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്തുവാൻ BJP നടപടികൾ ഉടനുണ്ടാവുമെന്നും കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് കർഷക വിഷയത്തിലൂടെ BJP എത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും ഷോൺ ജോർജ് പറഞ്ഞു. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ തീർച്ചയായും ഈ മേഖലയ്ക്കും കർഷകർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. നാളെയുടെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ രാഷ്ട്രീയവും കർഷക രാഷ്ട്രീയമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിലൂടെ തന്നെ BJPക്ക് ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും ഈ കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് BJP കർഷക രാഷ്ട്രീയത്തിലൂടെ എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മൈതാനത്ത് ക്രിക്കറ്റ് കളിച്ച് വേറിട്ട പ്രതിഷേധവുമായി ചാണ്ടി ഉമ്മൻ MLA. പുതുപ്പള്ളിയിലെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ പൂർണ്ണമായി അവഗണിക്കുന്ന ജില്ലാ പഞ്ചായത്തിനെതിരെയാണ് വ്യത്യസ്ത പ്രതിഷേധവുമായി ചാണ്ടി ഉമ്മൻ MLA എത്തിയത്. നാശത്തിന്റെ വക്കിലായ പുതുപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLAയുടെ വേറിട്ട പ്രതിഷേധം. ശനിയാഴ്ച രാവിലെ 7:30ഓടെയാണ് പുതുപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കാനായി ചാണ്ടി ഉമ്മൻ MLA എത്തിയത്. മൈതാനം വീണ്ടെടുക്കാൻ ജില്ലാ പഞ്ചായത്ത് യാതൊരു ശ്രമവും നടത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചാണ്ടി ഉമ്മൻ പ്രതിഷേധിച്ചത്. ഇവിടെ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം
തീരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് ഏറ്റവും മികച്ച പ്രതിഷേധ മാർഗം. MLA-ക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? MLA-ക്ക് ഇതിന്റെ ഉത്തരവാദിത്വം എങ്ങനെ വരും? ഇത് ആരുടെ കീഴിലുള്ളതാണ്? ജില്ലാ പഞ്ചായത്തല്ലേ? ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണോ മെമ്പർ? അതെങ്ങനെ പ്രാക്ടിക്കലാവുന്നത്? ഓരോരുത്തർക്കും ഓരോ അധികാരങ്ങളുണ്ട്. എൻ്റെ കയ്യിലുള്ളത് എനിക്കിതിന് ഫണ്ട് അലോട്ട് ചെയ്യാം. ഇതിന് പരിമിതികളുണ്ട്. ഓൾറെഡി ഇതിന് 30 ലക്ഷത്തോളം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരായവർ ആ ബാധ്യത നിറവേറ്റണം. 4 വർഷം മുമ്പ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൈതാനത്ത് നിക്ഷേപിച്ച മണ്ണും കെട്ടിട മാലിന്യങ്ങളും ഇപ്പോഴും നീക്കം ചെയ്യാത്ത അവസ്ഥയിൽ മൈതാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു കിടക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന പവലിയനും മൈതാനവും ടോയ്ലറ്റും ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും നിലവിൽ കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ MLA മൈതാനത്ത് ക്രിക്കറ്റ് കളിച്ച് പ്രതിഷേധിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങളുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CITU കേന്ദ്ര കൗൺസിൽ അംഗം MV റസൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പുതിയതായി പ്രൊമോഷൻ ലഭിച്ച ഗവൺമെന്റ് പ്രൈമറി ഹെഡ്മാസ്റ്റർമാരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അനുവദിക്കുക, ചട്ടപ്രകാരമുള്ള എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ അടിയന്തരമായി പാസാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ധർണ നടത്തിയത്. CITU കേന്ദ്ര കൗൺസിൽ അംഗം AV റസൽ ഉദ്ഘാടനം ചെയ്തു. KST എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV അനീഷ് ലാൽ, ജില്ലാ പ്രസിഡന്റ് G രാജേഷ്, ജില്ലാ സെക്രട്ടറി KS അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ ചില ഉദ്യോഗസ്ഥന്മാർ മാത്രം ആ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാത്തൊരു സ്ഥിതിയാണുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട് സംഘടന മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. അതിൻ്റെ ഒരു സൂചന എന്ന നിലയ്ക്കാണ് ഇന്ന് ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ എയ്ഡഡ് മേഖലയിൽ പുതിയതായി നിയമനം ലഭിച്ച, ചട്ടപ്പടി തന്നെ നിയമനം ലഭിച്ച അധ്യാപകരുടെ നിയമനം അംഗീകരിച്ചു കൊടുക്കാനും ചില ഓഫീസർമാരും ചില ഓഫീസുകളും തയ്യാറാവുന്നില്ല. പല കാരണങ്ങളുമാണ് അവരിന് പറയുന്നത്. ഭിന്നശേഷി സംവരണത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനിയൊരു പുതിയ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവാതെ ഇത് പാസ്സാക്കാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭാ ചെയർമാനായി കേരള കോൺഗ്രസിലെ ഷാജു തുരുത്തൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരം CPM പ്രതിനിധി ജോസിൻ ബിനോ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഷാജുവിന് 17 വോട്ടും UDF സ്ഥാനാർത്ഥി പ്രിൻസ് VD തയ്യലിന് 9 വോട്ടും ലഭിച്ചു. പാലാ നഗരസഭയിൽ മുൻ ധാരണ പ്രകാരം ചെയർപേഴ്സൺ ജോസിൻ ബിനോ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ്. ഈ കാലയളവിലെ 3ാമത്തെ ചെയർമാനാണ് കേരള കോൺഗ്രസ് M പ്രവർത്തകനായ ഷാജു V തുരുത്തൻ. ഷാജുവിന് 17 വോട്ടും UDFിലെ പ്രിൻസ് VDക്ക് 9 വോട്ടും ലഭിച്ചു. 2.5 പതിറ്റാണ്ടിലേറെയായി കൌൺസിലറായി സേവനം അനുഷ്ഠിച്ച ഷാജു തുരുത്തൻ ആദ്യമായാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. പാലായുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. 1 വർഷമാണ് ചെയർമാൻ കാലാവധി. ധാരണ അനുസരിച്ച് അടുത്ത ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ തോമസ് പീറ്ററിനാണ്. 2020-25 കാലയളവിൽ ആദ്യത്തെ ചെയർമാൻ കേരള കോൺഗ്രസ് M പ്രതിനിധി ആന്റോ ജോസ് പടിഞ്ഞാറേക്കരയും പിന്നീട് CPIM പ്രതിനിധിയായ ജോസിൻ ബിനോയും ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് മുന്നോടിയായി ജില്ലാതല വാഹന പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. കോട്ടയം താലൂക്ക് തലത്തിൽ നടത്തിയ വിളംബര യാത്രയ്ക്ക് വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നടത്തി. കോട്ടയം താലൂക്കിൽ 2 ദിവസങ്ങളിലായാണ് വ്യാപാരി സംരക്ഷണ യാത്രയുടെ പ്രചരണാർത്ഥമുള്ള വാഹന പ്രചരണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. വർഷം തോറും 5% കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നത് പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ നിർബന്ധിത പിരിവ് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാര വ്യവസ്ഥ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രഞ്ജു അപ്സരയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാരി സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘടനയുടെ മണർകാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ യാത്രയ്ക്ക് മണർകാട് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ സംഘടന ജില്ലാ പ്രസിഡന്റ് MK തോമസ് കുട്ടി, ജനറൽ സെക്രട്ടറി AKN പണിക്കർ, ജില്ലാ വൈസ് പ്രസിഡന്റ് P ശിവദാസ്, ജില്ലാ സെക്രട്ടറി ABC കുര്യൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KM മാത്യു, സിറൽ G നാരിക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ എങ്ങനെ ഈ മേഖലയെ
പിടിച്ചു നിർത്താൻ പറ്റും എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിന്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മണർകാട്. അറിയിപ്പ്. വനിതാ ശിശു വികസന വകുപ്പ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാമിലി പ്ലാനിംഗ് പ്രൊമോഷൻ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ജില്ലയിൽ പുതിയതായി തുടങ്ങുന്ന വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിൽ ഹോം മാനേജർ തസ്തികയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. MSW, MA സോഷ്യോളജി, MSc സൈക്കോളജിയാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ hr.kerala@hlfppt.org എന്ന വിലാസത്തിൽ 5 അപേക്ഷിക്കണം. ഫോൺ 9447750004. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് അവസരം ലഭിച്ച കോട്ടയം ജില്ലയിലെ ഹാജിമാർക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് 4-ാം തീയതി രാവിലെ 8:30 മുതൽ 12 വരെ കാഞ്ഞിരപ്പള്ളി നൈനാർ പള്ളിക്ക് സമീപമുള്ള അസർ ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ നടത്തും. മെഡിക്കൽ സ്ക്രീനിംഗ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നേരിട്ട് എത്തണം. ഫോൺ 9447507956. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തല ഉയർത്തി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ആധുനിക ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും മറ്റേണിറ്റി വാർഡും നാടിന് സമർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ ബ്ലോക്ക് നിർമ്മിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ചിറക്കടവ് ശ്രീ മഹാദേവൻ ആറാടി. വലിയ കാണിക്കയിട്ട് തൊഴുത സായുജ്യം നേടി ഭക്തർ. ഉത്സവത്തിന് കൊടിയിറങ്ങി. അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു ജീവൻ. മണർകാട്ട് മൂടിയില്ലാത്ത ഓടയിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ഓടയുടെ മുകൾ ഭാഗം കാടുകയറിയ നിലയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.